തിരുവനന്തപുരം നെടുമങ്ങാട് നിരവധി കേസുകളിൽ പ്രതിയായ യുവാവ് പിടിയിൽ. അബു താജറാണ് പിടിയിലായത്. ഇയാൾ പോലീസിനോട് കയർത്ത് സംസാരിക്കുകയും ആക്രമിക്കാൻ ശ്രമിക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങളും പുറത്തുവന്നു. ആര്യനാട്, നെടുമങ്ങാട്, കാട്ടാക്കട ഉൾപ്പെടെയുള്ള ജില്ലയുടെ വിവിധ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസ്. അല്ല കുഴപ്പമുണ്ടായില്ലേ? ഞാൻ എന്തിനു വയലിന്റെ ഏട്ടാ ചുമ്മാ ജീപ്പി കയറുന്ന എന്തിനു കയറ്? ഞാൻ എന്തിനു വല്ലതും കാണിച്ച ഹോൾസെയിൽ കഞ്ചാവ് അടിക്കുന്നത് അവര് കഞ്ചാവ് പിടിച്ചാന്ന് ചോദിച്ചാ എന്റെ കയ്യിൽ നിന്ന് എന്റെ ദേഹത്തുനിന്ന് കഞ്ചാവ് പിടിച്ചാന്ന് ചോദിച്ചു. പരിചയമുണ്ടാന്ന് നോക്ക്. ഊരി കളയട്ടാ അത്. എന്റെ ദേഹം എന്താ ചോരാന്ന് വിളിക്കണം. നിങ്ങൾ വിടണ്ടാട്ടോ. എനിക്ക് ഇറങ്ങാൻ അറിയാം. എന്തിന് കുഴപ്പമില്ല. പ്രശ്നം പറ കേട്ടോ. അല്ല പ്രശ്നം പറ. എന്റെ വണ്ടി എവിടെ? എന്റെ വണ്ടിയൊന്നും ഇല്ല കേട്ടോ. യാത് ബാഗ് എന്റെ യാത് വണ്ടി ബാഗുകൾ എവിടെയാ? ഞാൻ സൈലന്റ് ആയിട്ട് എന്തിനാ ഞാൻ വയലിന്റെ ആണ് നിങ്ങൾ പറയണ്ട. എന്തിനാ അതിന്റെ ആവശ്യം എന്തിനാട്ടോ? നിങ്ങൾ കാര്യം പറയാട്ടോ. ഞാൻ ഹോൾസെയിൽ കഞ്ചാവ് ഡീലർ ഫ്രണ്ടാട്ടോ. ഞാൻ വന്നപ്പോ എന്റെ ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ. എന്റെ ബാഗ് ഉണ്ടായിരുന്നു. അവനോട് ഒറ്റയ്ക്ക് തന്നെ ഇരുന്നത്. ചേട്ടാ ഞാൻ ഒന്നും കാണിച്ചില്ല. കാണിക്കാനോടത്ത് പോയി. അരുൺ മോഹൻ ചേരുന്നു. അരുൺ മോഹൻ, ഈ ലഹരി സംഘങ്ങൾ, ലഹരി ഇടപാടുകൾ വലിയ ചർച്ചയാവുന്ന കാലഘട്ടമാണ്. പലയിടങ്ങളിലും റെയ്ഡ് നടക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ട് കൂടിയാണോ ഇയാളെ കസ്റ്റഡിയിലെടുത്തത്? ഇയാൾക്കെതിരെ മുമ്പും നിരവധി കേസുകളുണ്ടോ? സജിത്ത്, തീർച്ചയായും അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇയാൾ ഇപ്പോൾ വലയിൽ വീണിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വള്ളക്കടവ് സ്വദേശിയായ അബു താജർ എന്ന 28-കാരൻ ലഹരി കടത്തിന് നിരവധി കേസുകളിലൊക്കെ പ്രതിയാണ്. നിരവധി സ്റ്റേഷനുകളിൽ ഇദ്ദേഹത്തിന് സമാനമായ കേസുകളുമുണ്ട്. ഇന്നലെ പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് നെടുമങ്ങാട് 8-ാം മൈലിന് സമീപത്ത് ഇദ്ദേഹത്തെ പിടികൂടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബാഗിൽ കഞ്ചാവുമായി വരികയായിരുന്നു എന്ന് തന്നെയാണ് പോലീസിന് വ്യക്തമായൊരു ഇത് കിട്ടിയത്. പക്ഷെ പോലീസിനെ എത്തിയപ്പോഴത്തേക്കും ഇവരുള്ള സംഘം വെട്ടിച്ച് കടന്നു കളയായിരുന്നു. ഇയാളെ മാത്രമായിരുന്നു പിടികൂടിയത്. പിടികൂടിയ ശേഷം പിന്നെ പോലീസിനെ നിയമം പഠിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പ്രകടനത്തിലേക്ക് ഇദ്ദേഹം എത്തുകയായിരുന്നു. അത് വളരെ വളരെ എന്താ പറയാ, ഒരു വാക്കറ്റിലൊക്കെ എത്തുന്ന ഒരു അവസ്ഥയിലെത്തി. പോലീസിനെ മർദ്ദിക്കുന്ന ഒരു കാഴ്ചയെത്തിയപ്പോൾ നാട്ടുകാരും ഇടപെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ഇയാളെ നെടുമങ്ങാട് പോലീസ് കസ്റ്റഡിയിലാണ്. ഉടനെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. യെസ്, എന്തായാലും ഇയാളെ കസ്റ്റഡിയിലെടുത്തു. നിരവധി ലഹരി കേസുകൾ പ്രതിയായ വ്യക്തിയാണ്. പോലീസെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ പോലീസ് പിടികൂട്ടു.